ഈ ആലും ആൽത്തറയൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങോട്ടാ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇന്ത്യയിൽ തന്നെ 1000 വർഷം പഴക്കമുള്ള ഏക ഭരത ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടാ. ഞാൻ കുറേ വർഷങ്ങളായി ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇന്നാണ് അതിന് സാധിച്ചത്. ഇന്ന് നമ്മൾ വന്ന അന്ന് വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് നന്നായി ഭഗവാനെ കണ്ട് തൊഴാൻ സാധിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് താമരമാലയാന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിശേഷ ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ നമ്മൾ ഭഗവാന് താമരമാല നേർച്ചു തരും. അത് മാത്രമല്ല കേട്ടാ, തൃശ്ശൂർ പൂരത്തിന് മഴ പെയ്യാതിരിക്കാൻ ഇവിടേക്ക് താമരമാല നേർച്ചു നേരുന്നു കേട്ടിട്ടുണ്ട് കേട്ടാ. നാലമ്പല ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരമ്പലം കൂടിയാണ് ഇവിടെ. നാലമ്പല ദർശന സമയത്തൊക്കെ ഇവിടെ ഒരു ഭയങ്കര തിരക്കുമായിരിക്കും. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വളരെയധികം ആഘോഷമായിട്ടാണ് ചടങ്ങുകളൊക്കെ ആയിട്ടാണ് ഇവിടെ നടക്കണേ കേട്ടോ. പിന്നെ ദേ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് ദേ പുറത്തേക്ക് ഇറങ്ങി ഈ ആൾത്തറയിലൊക്കെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഏത് അമ്പല ദർശനം കഴിഞ്ഞാലും നമുക്കൊരു മസാല ദോശയും ചായയും പതിവുള്ളതല്ലേ.